വീട് മാറ്റം പാർട്ട് 3 വീഡിയോ ആണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഒരു കുഞ്ഞു വിശേഷമാണ് കാണിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ ഈ ഷെൽഫ് ഒന്ന് വൃത്തിയാക്കണം. ഷെൽഫിൻ്റെ എല്ലാ പോർഷൻസും വൃത്തിയാക്കുന്നില്ല കേട്ടോ. ഈ കുറച്ച് സാധനങ്ങൾ മാത്രം ഒന്ന് വൃത്തിയാക്കാൻ പോവാണ്. അവിടെയാണ് എൻ്റെ ജാനൂസിൻ്റെയും ആടെ ആഭരണങ്ങളൊക്കെ ഇരിക്കുന്ന ഞങ്ങളുടെ ഖജനാവ്. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നുള്ള ഭയങ്കര കൺഫ്യൂഷനിലാണ്. കാരണം നമ്മൾ ചില മാലകളും വളകളും ഒക്കെ വാങ്ങിക്കുന്ന കവറുകൾ തൊട്ട് ഡ്രസ്സ് വാങ്ങിക്കുന്നതിൻ്റെ പ്രൈസ് ടാഗ് വരെ എല്ലാ സാധനങ്ങളും സൂക്ഷിച്ച് വെക്കുന്ന ഒരു പരിപാടിയാണ് എനിക്ക്. എല്ലാം അതിൽ തന്നെയുണ്ട് കേട്ടോ. ഈ കുറച്ച് നാൾ എനിക്ക് തോന്നുന്നു ഒരു 6-7 മാസം മേടിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളുടെയും ലിസ്റ്റുകൾ ഉൾപ്പെടെ എല്ലാ സംഭവങ്ങളും അതിലുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അടുക്കി പറക്കാൻ തീരുമാനിച്ചു. ഈ ഒരു കുഞ്ഞു പോർഷൻ മാത്രമേ ഇത് നടക്കുള്ളൂ കേട്ടോ. കാരണം ജാനൂസ് ഇന്ന് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഇത്രയും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല. പിന്നെ എളുപ്പ വഴിക്ക് വേണ്ടിയിട്ട് ഞാനിതെല്ലാം കൂടി ഒരു കവറിനകത്തോട്ട് തട്ടിയിട്ടു. അതിനുശേഷം പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഓരോന്നോരോന്ന് പറക്കി എടുക്കുന്നതായിരിക്കും എളുപ്പം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതെ, ഇവിടെ വന്നിരിപ്പുണ്ട് കേട്ടോ. എന്തൊക്കെയോ കുരുത്തക്കേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങുകയാണ് കേട്ടോ. അതായത് ഈ വളകളൊക്കെ എന്ന് വെച്ചാൽ ജാൻസിൻ്റെ പുതിയ വളകളാണ്. അവൾക്ക് ഇതുപോലെ ആനുവൽ ഡേയ്സ് അല്ലെങ്കിൽ ഓണം സെലിബ്രേഷനൊക്കെ സ്കൂളിൽ വരുമ്പോൾ മാത്രമാണ് ഞാൻ വളകളൊക്കെ അവൾക്ക് കൊടുക്കാറുള്ളത്. അധികം വളകളിടാൻ അവൾക്ക് ഇഷ്ടമില്ല, ഞാൻ അധികം പ്രോത്സാഹിപ്പിക്കാറില്ല. കാരണം ഇട്ട് കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് കളയോ പൊട്ടിച്ച് കളയോ ചെയ്യലാണ് അവൾക്ക് പതിവ്. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഫംഗ്ഷൻസ് വരുമ്പോൾ മാത്രമാണ് വളകൾ മേടിക്കുന്നതും ഇട്ട് കൊടുക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇത് അധികം യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ കെട്ടി സെക്യൂർ ആയിട്ട് മാറ്റി വയ്ക്കും കേട്ടോ. സാധാരണ യൂസ് ചെയ്യുന്ന കുറച്ച് 1-2 കരിവളകളൊക്കെ ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കെട്ടാതെ വെക്കുന്നത്. ബാക്കിയെല്ലാം ഇങ്ങനെ കെട്ടി സെക്യൂർ ചെയ്ത് വെക്കും. അതിൻ്റെ കൂടെ തന്നെ എൻ്റെയും കുറച്ച് അലത്തുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് എനിക്കൊരു ആഗ്രഹം തോന്നി വാങ്ങിക്കുന്നതാണ്. ഇത് ഞാനങ്ങ് ഇടാറും കൂടിയില്ല. എനിക്ക് വളയാണെങ്കിലും മാലയാണെങ്കിലും മോതിരമാണെങ്കിലും അതിനോടൊന്നും ഇടാനുള്ള ഒരു താല്പര്യമില്ല. പക്ഷേ എല്ലാം കാണുമ്പോൾ വാങ്ങിക്കണം എന്നുള്ളൊരു ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ കൂടുതൽ കമ്മൽ കളക്ഷൻസ് ആണ് കേട്ടോ. ഇപ്പോൾ അധികവും ഇല്ല, കുറേയൊക്കെ പന്നലായി പോയി. അപ്പോൾ എന്തായാലും ഒന്നേന്നും പറഞ്ഞ് ഇങ്ങനെ അടുക്ക് തുടങ്ങാണ് കേട്ടോ. അവളുടെ പല വളകളും ഞാനിപ്പോൾ കണ്ടിട്ട് ദൈവമേ അതൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ആലോചിച്ച് അത്ഭുതപ്പെട്ടു പോവുകയാണ്. എൻ്റെ കുറേ വാച്ചും സാധനങ്ങളും ഒക്കെ കാണാനുണ്ട്. എവിടെയാണെന്നൊന്നും അറിയില്ല. എന്തായാലും ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. ഞാൻ കുറേയൊക്കെ അധികം അടുക്കി പറക്കി വെച്ചതിന് ശേഷം എൻ്റെ വാച്ചിൻ്റെ കളക്ഷനായിട്ട് വരാം. ഓക്കെ.